ഓക്കെ. അപ്പോൾ ചേട്ടായിമാരെ, നമ്മുടെ A to Z വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എന്താ വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ വെച്ചിരിക്കുന്ന സാധനം കണ്ടാൽ മൊത്തത്തിൽ. അപ്പോൾ ഇത് അത്യാവശ്യം നമ്മൾ ഒരു ദിവസത്തേക്ക് ഉള്ള സാധനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നാണ്. ഇനി സാധനം ബാക്കി വേറെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കടയിലേക്ക് എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ കുറച്ച് സാധനം കൂടി വരാനുണ്ട് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് പ്രൈസ് എന്നല്ല, നമ്മൾ ഇതിലുള്ള സാധനങ്ങൾ എന്താണെന്ന് കാണിച്ചു തരാതെ. നല്ല അടിപൊളി, നല്ല ചന്തക്കാരൻ നോക്കി, നല്ല ചന്തത്തിലുള്ള മറ്റേ നമ്മുടെ എന്താണെന്ന് പറയാ മുയലക്കുട്ടികളാണ്. മുയലക്കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഉണ്ടിയപ്പാനിയാണ്, കുട്ടികൾക്ക് പൈസ ഇട്ട് വെക്കാനുള്ള സാധനമാണ്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കടയിലൊരു ചെറിയ ഓഫർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഓണമായിട്ട് 250 രൂപയ്ക്ക് പച്ചക്കറികൾ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിലൊന്ന് കൊടുക്കും. അപ്പോൾ നമ്മൾ ഓണമായിട്ട് എന്തെങ്കിലും വലിയ ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാത്രം എപ്പോഴും മറ്റേ കാശുണ്ടാക്കിയാൽ പോരല്ലോ. കുറച്ച് ആളുകളും നമുക്ക് നമ്മുടെ അടുത്ത് മേടിക്കുന്ന ആളുകളും കുറച്ചൊരു സന്തോഷമായിക്കോട്ടെ, ഹാപ്പി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് 250 രൂപയ്ക്ക് മേടിച്ചാൽ കൊടുക്കുന്ന സാധനമാണ് കേട്ടോ. അതൊന്നായി. പിന്നെ ഇതും 250 രൂപയ്ക്ക് മേടിച്ചാൽ കൊടുക്കുന്ന സാധനമാണ്. അതുമായി പിന്നെ ഇത് കണ്ടോ, അടിപൊളി ബോക്സ്, അതായത് ടിഫിൻ ബോക്സ്. ഇതിൻ്റെ ഉള്ളിലും ഉണ്ട് കേട്ടോ, കുഞ്ഞു ബോക്സൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും തുറന്ന് കാണിക്കുന്നില്ല, പിന്നെ നോക്കാം. അപ്പോൾ 2 സ്പൂണ് ഒരു ചെറിയ കുഞ്ഞ് ബോക്സൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഭക്ഷണം കൊണ്ടുപോകാനൊക്കെ ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇത് 500 രൂപയ്ക്ക് മേടിച്ചാൽ കൊടുക്കുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ അതായി. അതുകൂടാതെ പിന്നെ ഇതും അതിൽ പെട്ടാണ് കേട്ടോ. 500 രൂപയ്ക്ക് മേടിച്ചാൽ കൊടുക്കുന്ന സാധനമാണ്. ഇത് അടിപൊളി, നമ്മുടെ വെള്ളമല്ല, വീട്ടിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ കറിയൊക്കെ വയ്ക്കുമ്പോൾ ഇങ്ങനെ ആക്കുന്നില്ലേ, അങ്ങനെയുള്ള സാധനമാണ്. അപ്പോൾ അതായി. പിന്നെ നമ്മുടെ ഇതും അതിൽപ്പെട്ടതാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് കാണിച്ച ഉണ്ടിയപ്പാനി ലെവലിൽ പെട്ടാണ്. ഇതും നല്ല സെറ്റായിട്ട് ശബ്ദമുള്ളതാണ്, നല്ല കൊക്ക് പോലത്തെ. ഇതും അതിൽ പെട്ടാണ് കേട്ടോ. 250 രൂപയിൽ പെട്ടതാണ്. പിന്നെ അടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 250 രൂപേൻ്റെ ഇതിൽ പെട്ടു, ബോക്സ് പെട്ടു, ഇത് പെട്ടു. ഇനി ഇതിലിപ്പോൾ എന്താണെന്ന് പറയുക, ഒരു ഐറ്റം വരാനുള്ളത് നമ്മുടെ അത് 1000 രൂപയ്ക്ക് മേടിച്ചാൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് വന്നിട്ട് ശരിക്കും നല്ല ബേസിനാണ്. നമ്മുടെ ഫ്ലെക്സിലുണ്ട് നല്ല ബേസിനും പിന്നെ പുട്ടുകുറ്റിയാണ്. അത് സാധനം വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ വരുന്നതിന് മുന്നേ എന്താണെന്ന് അറിയുമോ, എനിക്ക് സാധനങ്ങൾ അത്യാവശ്യം ആളുകൾ സാധനങ്ങൾ മേടിക്കുന്നുണ്ട് രാവിലെ തൊട്ട്. അപ്പോൾ എനിക്ക് രാവിലെ തൊട്ട് ഇത്ര നേരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കൊണ്ടുപോയിട്ടില്ല എന്നുള്ള സത്യം. അപ്പോൾ ഇനി അത് വരുന്നത് വരെ വെയിറ്റ് ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ ഈ സാധനങ്ങൾ ഉള്ളത് നമുക്ക് കൊടുക്കട്ടെ. നാളെ മുതൽ ആ സാധനം നമുക്ക് വരും. എന്താ വെച്ചാൽ അത് നാളെ രാവിലെ കട തുറക്കുമ്പോഴേക്കും ആ സാധനം വരും. ഇനിയിപ്പോൾ അത്യാവശ്യം അങ്ങനെ 1000 രൂപയ്ക്കൊന്നും മേടിക്കാറായിട്ടില്ല. ഇനിയിപ്പോൾ 2 ദിവസം, ഓണത്തിന് 2 ദിവസം കച്ചവടം, അതാണ് മെയിനായിട്ട്. അപ്പോഴൊക്കെ 1000 രൂപയ്ക്കൊക്കെ മേടിക്കും, ആളുകൾ വന്നാൽ മേടിക്കും. ഇപ്പോഴൊക്കെ കുറച്ച് മേടിക്കും, എന്നാലും ഇപ്പോൾ മേടിച്ചവർക്ക് കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമ്മുടെ അതിൽ തന്നെ നിറയ്ക്കട്ടെ കേട്ടോ. എല്ലാവരും കടയിൽ കൊണ്ട് അടുക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഇന്നത്തെ ആവശ്യങ്ങൾ ആദ്യം നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളത്തെ കാര്യം നാളെ നോക്കണ്ടേ. അപ്പോൾ അത് നമുക്ക് എടുക്കാം. പിന്നെ നമ്മുടെ അമ്മയ്ക്ക് അവിടെ കൊച്ചുവിനെ നല്ല ഉറക്കുകയാണ്, അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ പ്രശ്നം ഭയങ്കര ഇതുണ്ട്. അപ്പോൾ ഞാൻ തന്നെയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വേറെ ഒന്നും രക്ഷയില്ല. അപ്പോൾ നമ്മൾ ഈ സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ടേ തൽക്കാലം നമ്മൾ കടയ്ക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ചേട്ടായിമാരെ, നമ്മുടെ കട എത്തിയിരിക്കുകയാണ്. നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, ഒരു ഫ്ലെക്സും കൂടി ഉണ്ട്. അതൊന്ന് വൈകുന്നേരം നമുക്ക് കിട്ടും. അപ്പോൾ നാളെ അത് നിൽക്കും. അപ്പോൾ നമ്മൾ അത്യാവശ്യം സാധനങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളൂ, കൂടുതലായിട്ടില്ല. ഇനിയിപ്പോൾ 2-3 ദിവസം ഉണ്ടല്ലോ ഓണത്തിന്. അപ്പോൾ അതായിട്ട് നമ്മൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രഷായിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പച്ചക്കറി മാർക്കറ്റിൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത റേറ്റ് തന്നെയാണ്. ഒരുപാട് റേറ്റ് എന്ന് പറയാനൊന്നുമില്ല. ആവറേജ് സാധാരണപ്പെട്ട നമ്മുടെ ജനങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റേറ്റുകൾ മാത്രമാണ് പച്ചക്കറിക്ക് എനിക്ക് തോന്നിയത്, ഇതിന് മുന്നൊക്കെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ചേട്ടായിമാരെ, നല്ല അടാറ് ഐറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. ഇനി നേന്ത്രക്കായൊക്കെ നാളേക്ക് വരും. കായകൾ, ഇനി സാധനങ്ങളെല്ലാം വരാനുണ്ട്. നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ. പച്ചക്കറി ആയതുകൊണ്ട് കൂടുതൽ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റില്ല. ഒരു ദിവസം 2 ദിവസം ആവശ്യം മാത്രം, അതിനനുസരിച്ച് മാത്രമേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ.
ഇപ്രാവശ്യം ഓണം നമ്മൾ തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം പേർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. സാധനം മേടിച്ചിട്ട് പോകുന്നവർക്ക് ഗിഫ്റ്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. അവർക്ക് നല്ല അടിപൊളി സന്തോഷത്തിലാണ് അവർ പോകുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണം നമ്മുടെ A to Z വെജിറ്റബിൾസിനോടൊപ്പം നിങ്ങൾ എല്ലാവരും പങ്കുചേരുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആളുകൾക്ക് സാധനങ്ങൾ കൊടുക്കട്ടെ കേട്ടോ. ഇതിൽ നിന്ന് കിട്ടി കിട്ടും. ഓക്കെ, പിന്നെ വേറെ സാമ്പാർ കുശിമ്പൻ രവിയേട്ടൻ എത്ര നേരം വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഡയലോഗ് അടിച്ചല്ലേ രവിയേട്ടാ? രവിയേട്ടനാണ് നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞ ചാലമുട്ട കാരണവരാണ്. ആള് ഗണപതിക്ക് തുല്യാണ്. എന്താ വെച്ചാൽ ഞങ്ങൾ എന്തുണ്ടെങ്കിലും ആൾക്ക് എന്തെങ്കിലും കൊടുക്കും. ആൾ ആദ്യം വന്നതും പഴം കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കും. ആൾക്ക് അങ്ങനത്തെ സ്വഭാവം കൊടുക്കും. ചായ കുടിക്കുന്നതാണ്. അതിനിടയിൽ കൂടെ നിലക്കടല കുറിക്കാൻ പോകുന്നുണ്ട്. അതാണ് ഗണപതിന്റെ കേട്ടോ. അതാണ് രവിയേട്ടൻ അടിപൊളി ഗ്യാപ്റ്റാണ്. അപ്പോൾ രവിയേട്ടൻ ആയിക്കോട്ടെ, ചായ കുടിച്ചാൽ മതില്ലേ? അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരാം. അപ്പോൾ ചേട്ടായിമാരെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നു. അപ്പോൾ നമ്മൾ ഇച്ചിരി സാധനങ്ങളൊക്കെ നമ്മളെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ആളുകൾ വന്നു കഴിഞ്ഞാൽ കാണണ്ടേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. രാവിലെ നമുക്ക് എടുത്തിട്ട് വരാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ ഒരാൾക്ക് നമ്മൾ സാധനം മേടിച്ചിട്ട് കൊടുത്തിട്ടുമില്ല. എന്താ വെച്ചാൽ കട തുറക്കുന്നതിന് മുന്നേ ആൾ സാധനം മേടിച്ചു. അപ്പോൾ സാധനം വീട്ടിലായിരുന്നു, കൊണ്ടുവന്നില്ല. അപ്പോൾ ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞു കടയിലേക്ക് വരുമ്പോൾ തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർ വിചാരിക്കും ഇപ്പോൾ പച്ചക്കറി കച്ചവടം പോയിട്ട് ഇനി പ്ലാസ്റ്റിക് കച്ചവടം തുടങ്ങിയെന്ന് പറയിച്ചതാണ്. ഇനി നമ്മുടെ സാധനങ്ങൾ വരാനുണ്ട്. നമുക്ക് അപ്പോൾ ഇനിയും സാധനങ്ങൾ വരാനുണ്ട്. അത് എടുത്തിട്ട് വരുന്നത് എന്തായാലും നാളേക്ക് വരുമ്പോഴേക്കും ആ സാധനങ്ങളും വേറെ വരും കേട്ടോ. ഇതിപ്പോൾ അടുക്കിയൊന്നും വെക്കണം, അങ്ങനെ ഇട്ടാൽ മതി അല്ലേ? തൽക്കാലം അല്ലേ? നാളെ സാധനങ്ങളൊക്കെ നിറയെ വന്നു എല്ലാവരും കാണുമല്ലോ അല്ലേ? ജഗ്ഗല്ല, ഇതിനെന്താ പറയുക, എണ്ണ ഒഴിക്കുന്ന സാധനം. എണ്ണ ഒഴിക്കുന്ന സാധനമാണ്. ഉണ്ടിയപ്പാനി ഉണ്ട്, നമ്മുടെ ടിഫിൻ ബോക്സ് ഉണ്ട്, പിന്നെ ഇത് കഞ്ഞിപ്പാത്രം എന്താ പറഞ്ഞത് എനിക്കത് അറിയില്ല. ഇത് അഴിച്ചു നോക്കാം. എന്താ സാധനം ചോദിച്ചപ്പോൾ കഞ്ഞിപ്പാത്രം എന്നാണ് പറഞ്ഞത്. പക്ഷെ കഞ്ഞിപ്പാത്രം പറഞ്ഞാൽ അങ്ങനെ അടപ്പെടുക്കുക. ഇത് സംഭവം അടിപൊളി പാത്രം കേട്ടോ. ഈ പാത്രമാണ്. അത്യാവശ്യം ആശുപത്രികളിൽ പോകുമ്പോഴോ ചോറ് കൊണ്ടുപോകുകയും ചെയ്യാം അല്ലേ? ഒക്കെ പണിക്കാർക്കൊക്കെ ചോറ് കൊണ്ടുപോകുക. അതാണ് ഈ സാധനം. ഇതെല്ലാം അങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആളുകൾക്ക് കൊടുക്കാം. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് ഉള്ളിയല്ലേ വേണ്ടത്? ഉള്ളി തരാം. Smile.